ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ 3 പ്രതികൾ ഹൈക്കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്തു. ഗോവർദ്ധനും ചെന്നൈക്കാരൻ ഗോവർദ്ധനും മുരാരി ബാബുവും പത്മകുമാറുമാണ്. ഇന്ന് ഹൈക്കോടതി പരിഗണനയിലാണ് ഈ സംഭവം. ഈ 3 പേര് നേരത്തെ 2 കേസിലെ പ്രതിയായിട്ടുണ്ട്. SIT അന്വേഷിക്കുന്ന ദ്വാരപാലക ശില്പത്തിലും വാതിൽപ്പടി സ്വർണ്ണ തട്ടിപ്പ് കേസിലും പ്രതിയായിട്ടുള്ളവരാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസം കഴിഞ്ഞതോടുകൂടി വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചു. എന്നാൽ മറ്റൊരു കേസിലെ പ്രതിയായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലാണ്. ഇപ്പോൾ കൊടിമരത്തിന് അടുത്ത കേസ് ഇപ്പം ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാകും. ഒരു കേസിൽ ഒരു ജാമ്യം ലഭിച്ചു എന്ന് കരുതി മറ്റേ കേസിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത് പുതിയ കേസുകൾ ഓരോന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിയമവശം നോക്കിയാൽ 1 വർഷം ഒരാളുടെ പേരിൽ അയാൾ ചെയ്യുന്ന ഇതുപോലെ സ്വർണ്ണ തട്ടിപ്പ് ഒരു 3 ഇൻസ്റ്റൻസ് 3 എണ്ണം വരെ ഒരു FIRനകത്ത് അയാളെ പ്രതിയാക്കും. കൂടുതൽ 1 വർഷം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ FIR എടുക്കും. അപ്പോൾ 1998 മുതലോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന 2017 മുതലോ ആ കേസുകൾ എടുക്കുമ്പം SITക്ക് 10-26 കേസുകൾ ഇൻഡിപെൻഡൻ്റായിട്ട് എടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതെടുക്കാൻ ഇനി ഒട്ടും അമാന്തിക്കരുത്. കാരണം പ്രതികൾ ജാമ്യത്തിൽ പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നമുക്കറിയാം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് BNSS പ്രകാരമോ അല്ലെങ്കിൽ IPC പ്രകാരമോ ഒരു 10 വർഷത്തിനകം നമുക്ക് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്തെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിന് നമ്മൾ എലിജിബിളാണ്. അതേസമയത്ത് ജീവപര്യന്തം തടവ് ശിക്ഷ അങ്ങനെയുള്ള കേസുകളിൽ കൊലക്കേസിനകത്ത് വരാം, അതുപോലെ റേപ്പ് കേസിനകത്ത് വരാം. 10 വർഷത്തിൽ കൂടുതൽ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കാവുന്ന കേസുകൾ സാധ്യതയുള്ള കേസുകളിൽ 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും. അതാണ് ഇന്ത്യൻ നിയമങ്ങളുടെ പ്രത്യേകത. ഇത് ശബരിമല കൊള്ളയെ സംബന്ധിച്ചും വലിയ കൊള്ളയാണെങ്കിലും അതിനകത്തിട്ടിരിക്കുന്ന വകുപ്പുകളനുസരിച്ച് 10 വർഷത്തിനകം ശിക്ഷ കിട്ടുന്നതാണ് ഇപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ശബരിമല കേസുകളിലെ പ്രതികൾക്ക് 60 ദിവസം കഴിഞ്ഞാൽ എലിജിബിലിറ്റി ഉണ്ട്, ജാമ്യത്തിന് എലിജിബിലിറ്റി ഉണ്ട്. 90 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാമ്യം കൊടുത്തേ കഴിയുള്ളൂ. അങ്ങനെയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കൊടുത്ത്. ഇനി ഒരു കേസുണ്ട്. ഇനിയിപ്പോൾ കൊടിമരം കേസിൻ്റെ വരും. തുടർച്ചയായി പല കേസുകൾ ഇനി SIT രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ശബരിമല ദ്വാരപാലക ശില്പവും കട്ടിലപ്പടിയും മാത്രമല്ല, കൊടിമരം, പിന്നെ അവിടെ നിന്ന് കടത്തിയിരിക്കുന്ന മറ്റു ചില ശില്പങ്ങളിലും പൂശലുകളും അവിടെ നിന്ന് പ്രത്യേകം കേസുകൾ എടുക്കുമ്പോഴാണ് 10-26ഓളം കേസുകൾ വരുമെന്ന് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവർ ജാമ്യം ഒരു കോടതിയിൽ ലഭിച്ചെങ്കിൽ തന്നെ അത് എലിജിബിലിറ്റി അനുസരിച്ച്, നിയമം അനുസരിച്ച് ചില കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും. പക്ഷേ തുടർച്ചയായി അടുത്ത കേസുകൾ നിലനിൽക്കുകയാണെങ്കിൽ അത് എല്ലാ കേസിലും ജാമ്യം കിട്ടുകയുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് ഹൈക്കോടതി ഒരു കോമൺ ഒബ്സർവേഷൻ നടത്താം. ശബരിമല കൊള്ള കേസിനകത്ത് പല രീതിയിലുള്ള കേസുകൾ എടുക്കുന്നതുകൊണ്ട് അവരെ പ്രതികളെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട്, ഇന്ത്യയിൽ നിന്ന് കടന്നു കളയാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ടാണെന്ന് വരെ അങ്ങനെ ഹൈക്കോടതിക്ക് നിഷ്കർഷിക്കാം. ഇന്ത്യയിലെ പല സ്ഥലത്തും വർഷക്കണക്കിന് 5-6 വർഷം കൊണ്ട് ഡൽഹിയിലെ പല ഹൈക്കോടതികളുടെ കീഴിൽ വരുന്ന ആൾക്കാർ റിമാൻഡ് കാലാവധി 5 വർഷം 6 വർഷം കിടന്നവർ ജയിലിൽ കിടന്ന് തന്നെ മരിച്ചത് സംഭവങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത കാലം വരെ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കിട്ടും. സാധാരണഗതിയിൽ 60 ദിവസത്തിനകം പ്രതിക്ക് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ 90 ദിവസം കഴിഞ്ഞാൽ എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ജാമ്യം കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് തുടർച്ചയായിട്ട് കേസുകൾ ഒന്നിനു പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ കേസെടുത്തില്ലെന്നേ ഉള്ളൂ. ഒഫൻസസ് മുഴുവൻ റിവീൽ ചെയ്തിട്ടുണ്ട് SITക്ക് മുമ്പിൽ. അതിൻ്റെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വരും. അതുകൊണ്ട് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് പല രേഖകളും ഇപ്പം
ED കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അതിലേക്ക് SIT വന്നിട്ടുണ്ടോ എന്ന് സംശയം. കാരണം പല സംഭവങ്ങളും അവർ സ്പോൺസറിൻ്റെ പേരിലാണ് ശബരിമലയിലെ പല സ്വർണം പൂശലൊക്കെ പിന്നീട് നടത്തിയിരിക്കുന്നത്. പക്ഷേ സ്പോൺസർ ആരാണ്, അത് എത്ര കിലോ സ്വർണം കൊടുത്തു, എത്ര രൂപ അതിനുവേണ്ടി ചിലവാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി SIT അന്വേഷിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. അതിനൊക്കെ സമയം ധാരാളം എടുക്കും. അതുകൊണ്ട് SIT കഴിവുള്ളിടത്തോളം പ്രതികൾ ജാമ്യത്തിൽ പോകാതെ ഇരിക്കാൻ അവരുടെ പേരിലുള്ള കേസുകൾ അടിയന്തരമായിട്ട് 60 ദിവസം അല്ലെ 90 ദിവസത്തിനുള്ളിൽ കേസുകൾ എടുത്തുകൊണ്ടിരിക്കണം. മറ്റൊരു കേസിനകത്ത് ജാമ്യം പോകുന്നതിന് മുമ്പ് അടുത്ത കേസുകൾ വരണം. കാരണം അങ്ങനെയാണ് അതിൻ്റെ ആ നിയമപരമായ പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രതികൾ. കാരണം അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ നിയമം അനുസരിച്ച് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങൾ പോലീസ് നോക്കും. അതിന് വിധേയരായിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്ന ഒരു ചിത്രം ഇപ്പം വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതി എന്തു കാരണത്തിലായിക്കോട്ടെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം തന്നെ ഇപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ശബരിമല കൊള്ളയിലെ EDയുടെ വരവോടുകൂടി ആരൊക്കെയാണ് അതിനകത്ത് പണമുണ്ടാക്കിയത്, ഇതുവരെ ലിസ്റ്റിൽപ്പെടാത്തവർ പലരും വരും എന്ന് തന്നെയാണ് കാണുന്നത് ഞാൻ. അതുകൊണ്ട് EDയുടെ വരവോടുകൂടി തന്നെ കൊള്ള നടത്തിയവർക്ക് ഒരു ഭയപ്പാട് തന്നെയാണ്. കാരണം ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പണം എങ്ങോട്ടൊക്കെ പോയി. ആ പാർട്ടിയിലെ ഉന്നതരായ പലരെ ഇപ്പോൾ അറസ്റ്റിലുണ്ട്. അവർ സമ്പാദിച്ച ഇതിൽ നിന്ന് അവർ നേടിയെടുത്ത സ്വർണം നല്ലൊരു ശതമാനം മറ്റു പലത്തേക്കും പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. അത് EDക്ക് മനസ്സിലായിട്ടുണ്ട്, SITക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടിയിലേക്ക് SITയും പോകും, EDയും തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നു.